നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇനി മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാവുന്ന തന്ത്രം ഒരുക്കുകയാണ് കോൺഗ്രസ്. YS രാജശേഖര റെഡ്ഡിയുടെ മകളും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ YS ഷർമിള കോൺഗ്രസിൽ ചേർന്നു. YSRന്റെ മകനെ നേരിടാൻ മകളെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. രക്തത്തെ രക്തം കൊണ്ട് നേരിടുന്ന ശൈലി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിലാണ് അവർ പാർട്ടിയിൽ ചേർന്നത്. ആന്ധ്രയിൽ കോൺഗ്രസിന് പുതിയ ആവേശമായി ഇത് മാറും. തെലങ്കാനയിൽ ജയിച്ച ശേഷമാണ് കോൺഗ്രസ് പുതിയ നീക്കം നടത്തുന്നത്. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയിരുന്നു. ആന്ധ്രയിലും സമാന നേട്ടമാണ് ആഗ്രഹിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പമാകും ആന്ധ്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ഷർമിളയുടെ വരവ് വഴിയൊരുങ്ങുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ. ആന്ധ്രയിൽ കോൺഗ്രസ് അധ്യക്ഷനായി ഷർമിള മാറുമെന്നാണ് സൂചന. YSRന്റെ തെലങ്കാന പാർട്ടിയുടെ സ്ഥാപകനും അധ്യക്ഷനുമായിരുന്നു ഷർമിള. ഇക്കൊല്ലം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷർമിളയ്ക്ക് കോൺഗ്രസ് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുമെന്നാണ് സൂചന. AICC ജനറൽ സെക്രട്ടറി പദവും രാജ്യസഭാംഗത്വവും അവർ വാഗ്ദാനം ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ വിയോഗവും പിന്നാലെ നടത്തിയ ആന്ധ്ര വിഭജനവും തെലങ്കാനയിലും ആന്ധ്രയിലും കോൺഗ്രസിന് തിരിച്ചടിയായി. YSRന്റെ മകൻ ജഗന്റെ മുഖ്യമന്ത്രി മോഹം ഹൈക്കമാൻഡ് തടഞ്ഞതോടെ അദ്ദേഹം പാർട്ടി വിട്ട YSR പാർട്ടിയുമായി ആന്ധ്ര പിടിച്ചു. ഒരു കാലത്ത് കോൺഗ്രസിനെ കോട്ടയായിരുന്ന ആന്ധ്രയിൽ വൻ തിരിച്ചുവരവാണ് YSRന്റെ മകളിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. YSRന്റെ ഭാര്യയും കോൺഗ്രസിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ആന്ധ്രയിലെ അടുത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടം YSRന്റെ മക്കൾ തമ്മിലാകാനാണ് സാധ്യത. തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതി മുട്ടുകുത്തിച്ച് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഷർമിള കോൺഗ്രസിൽ ചേരുന്നതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. അതേ ശൈലി തന്നെയാകും ആന്ധ്രയിലും പരീക്ഷിക്കുക. 10ഓളം YSR കോൺഗ്രസ് പാർട്ടി MLAമാരും മുൻ MLAമാരും കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് സൂചനകൾ. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലും വൻ രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. 2012ലാണ് ഷർമിള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി അഴിമതി കേസിൽ അറസ്റ്റിലായപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ഷർമിളയും അമ്മ YS വിജയമ്മയുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച വിജയം നേടി. 2021 സഹോദരനുമായി രാഷ്ട്രീയ ഭിന്നതയുണ്ടെന്ന് ഷർമിള വ്യക്തമാക്കി. അതേ വർഷം ജൂലൈയിൽ YSR തെലങ്കാന പാർട്ടി രൂപീകരിച്ച K ചന്ദ്രശേഖര റാവു സർക്കാരിനെതിരെ പ്രചാരണം ആരംഭിക്കുകയുമായിരുന്നു. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്നത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരമായിരിക്കും.